ഏതായാലും 11-ാം തീയതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13 വന്ന റിസൾട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ആശങ്കയോ മറ്റു പ്രയാസങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല. കാരണം കണ്ണൂരിലെ കോൺഗ്രസും CPM-ഉം അനിയൻ ബാബ ചേട്ടൻ ബാബ കളിക്കാൻ തുടങ്ങി 3 വർഷം കഴിഞ്ഞു. അതിന് ഏറ്റവും ഒടുവിലത്തെ അവരുടെ കൂട്ടുകച്ചവടത്തിൻ്റെ ഉദാഹരണമാണ് 13-ാം തീയതി 56 1-ാം വാർഡിലെ പെട്ടി പൊളിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും എന്നെയാണ് ഭയക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഭയക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വളരെ വ്യക്തമായ കാരണങ്ങൾ കിട്ടി. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അയ്യപ്പൻ്റെ സ്വർണ്ണ വിഗ്രഹവുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റെ പ്രതികളും അതുമായി ബന്ധപ്പെട്ടവരാരൊക്കെയാണ് എന്ന് കേരള സമൂഹം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF-ൻ്റെ സുനാമി ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പക്ഷെ കണ്ണൂരിന് മാത്രം അതിന് വിഭിന്നമായി UDF-മായി കൈകോർക്കുന്നതിന് വേണ്ടി LDF ഉൾപ്പെടെ മുന്നോട്ട് പോയത് കണ്ണൂരിൽ കഴിഞ്ഞ 3-4 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് നമ്മളെ മൃതദേഹത്തിൽ പോലും അഴിമതിയാണ്. അത് ഞാൻ ഉന്നയിച്ച് വർഷം 2 കഴിഞ്ഞു. അതിൻ്റെ ഭരണകക്ഷി പ്രത്യേകിച്ച് വിജിലൻസ് ഉൾപ്പെടെയുള്ളവർ നിയന്ത്രിക്കുന്നവർക്ക് ഇന്ന് വരെ രേഖാമൂലം പരാതി കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയുമില്ല. മറ്റൊന്ന്, നമ്മുടെ ചേലോറ മാലിന്യ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ കടത്തിയ വകയിൽ 2,72,00,000 രൂപ AGയുടെ ഓഡിറ്റിൽ പരാമർശിച്ചിട്ട് പോലും ഒരു നടപടിയുമില്ല. മറ്റൊന്ന്, നിങ്ങൾക്കെല്ലാവർക്കും 2 വർഷം മുമ്പ് 2023 ഡിസംബർ 30-ന് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പടന്നപ്പാലത്തെ ഞങ്ങളൊക്കെ വളരെയധികം എന്നുവെച്ചാൽ ജീവിതത്തിൽ ഞങ്ങൾ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പടന്നപ്പാലം പടന്നത്തോട് നമ്മുടെ ആ പ്രദേശത്തുള്ള നിവാസികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുണ്ടാക്കിയ പദ്ധതി പാതി വഴിയിലെത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഒരു മന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 2 വർഷത്തിന് ശേഷമാണ് CPM-ന് ബോധ്യപ്പെട്ടത് അവിടെ അഴിമതി നടന്നിട്ടുണ്ട്, ആ പദ്ധതി ഇപ്പോഴും പാതി വഴിയിലാണ്. ഉദ്ഘാടനം ചെയ്ത മന്ത്രിയും അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ വന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നീട് അതൊരു ഇലക്ഷൻ ഡ്രാമ നടത്താൻ വേണ്ടി ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ എല്ലാ ചാനലുകളുടെയും ചർച്ചയിൽ ഒരു സ്ഥലത്ത് പോലും CPM-ൻ്റെ ഉത്തരവാദപ്പെട്ടവർ ഈ അഴിമതിയെക്കുറിച്ചോ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിധത്തിലുള്ള ചർച്ചകൾക്കും മുൻകൈ എടുത്തിട്ടില്ല. കേരള ഭരണത്തിൻ്റെ മികവുകളും മറ്റു കാര്യങ്ങളും അല്ലാതെ കണ്ണൂർ കോർപ്പറേഷൻ ചർച്ചയാക്കാൻ CPM പോലും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവിടെ കേരളത്തിൽ എവിടെയുമില്ലാത്ത രൂപത്തിലുള്ള ഒരു അന്തർധാര CPM-ഉം കോൺഗ്രസിലെ ചില നേതാക്കന്മാർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ചില നേതാക്കന്മാരും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. അതിൻ്റെ ഭാഗമായി തന്നെ എൻ്റെ വാർഡിൽ നിങ്ങൾ പരിശോധിച്ചാൽ 2015-ൽ അവർക്ക് 821 വോട്ട് CPM-ന് ലഭിച്ചിരുന്നു. അത് 2020 ആകുമ്പോൾ 950 വോട്ടുകളായി. ഈ തവണ അവർക്ക് കിട്ടിയ വോട്ട് 522 വോട്ടാണ്. CPM-ന് 56-ാം ഡിവിഷനിൽ കിട്ടിയ വോട്ട് 522ആണ്. കഴിഞ്ഞ തവണ 812ഓളം വോട്ട് ലഭിച്ചു 1-ാം വാർഡിൽ 400 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ PK രാഗേഷിനെ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം തമ്മിലുള്ള അന്തർധാര അതിലൂടെ എന്ന് വെച്ചാൽ വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ എവിടെയുമില്ലാത്ത വിധത്തിൽ വോട്ട് മറിച്ചു കൊടുക്കാൻ CPM-ഉം കോൺഗ്രസും സന്നദ്ധമായി എന്ന് പറയുമ്പോൾ ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നടപടിയെടുക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന് മുൻകൈയെടുത്ത നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പിണ്ടം വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതുപോലെ തന്നെ കേരളത്തിലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കണ്ണൂരിൽ നടത്തിയ ഈ വോട്ട് മറിക്കലിന് CPM-ൻ്റെ ഉത്തരവാദപ്പെട്ടവർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ CPM തയ്യാറുണ്ട്. ഇവിടെ കേരളത്തിൽ രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത്. ആ മുന്നണികൾ തമ്മിലാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഈ ചെറിയ വാർഡുകളിൽ മത്സരം. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളോ എല്ലാ ചർച്ചയും അവരുടെ മുഖ്യധാര അജണ്ടകൾ അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്ക് ഇവർ രണ്ടുപേരും ഒരുപോലെ
കൂട്ടുകെട്ടാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഒരു ഭാഗത്ത് CPM-ന് തലോടുമ്പോൾ മറുഭാഗത്ത് BJP-യെ വളർത്തുന്ന ശീലവും നമ്മുടെ നേതാക്കന്മാർക്കുണ്ട്. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രമാണ് BJP-ക്ക് കണ്ണൂർ കോർപ്പറേഷൻ ലഭിച്ചത്. അതും പള്ളിക്കുന്ന് DCC-യുടെ ഉന്നതനായ നേതാവാണ് അവിടെ പരാജയപ്പെട്ടത്. ഇത്തവണ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന വാർഡുകളിൽ 4 വാർഡുകളിലാണ് BJP വളർന്ന് ഇവിടെ വലിയ സീറ്റുകൾ നേടിയിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ആ വാർഡിനകത്തുണ്ട്. ഇവരൊക്കെ പകല് കോൺഗ്രസും രാത്രി BJP-യുമായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുന്ന നേതാക്കന്മാരായി വാഴുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരു ഭാഗത്ത് CPM-നെയും ഒരു ഭാഗത്ത് BJP-യും തലോടി കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഈ രാഷ്ട്രീയ കശ്മലന്മാരെ കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചാൽ മാത്രമേ കണ്ണൂരിലെ കോൺഗ്രസ് ഇനി രക്ഷപ്പെടുകയും. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ 35 സീറ്റ് കിട്ടി ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ UDF-ന്റെ സുനാമിയോടൊപ്പം വന്നതാണ്. 22 വാർഡുകളിലാണ് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത്. കണ്ണൂർ കോർപ്പറേഷൻ 22 വാർഡുകളിൽ UDF-ന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ കുറവാണ്. ആറ്റടപ്പയിൽ പോലും 600 വോട്ട് പിറകിലാണ് കോൺഗ്രസ് UDF. അപ്പോൾ ഇവിടെ സാങ്കേതികപരമായി പല സ്ഥലങ്ങളിലും വിജയിച്ചിട്ടുണ്ടാവാം. എൻ്റെ വാർഡിനകത്തും സാങ്കേതികമായി ജയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിനകത്തുള്ള 912 പേർ, ഏകദേശം 35% വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും കൈകോർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും അവിടുത്തെ ജനപ്രതിനിധി. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അവിടെ ചതുഷ്കോണ മത്സരമാണ് നടന്നത്. ആ ചതുഷ്കോണ മത്സരത്തിൽ ഞാൻ തന്നെയാണ് മറ്റ് എല്ലാ വിധത്തിലും നോക്കിയാൽ വിജയിയായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിയാണ് പരാജയപ്പെട്ടത്. പാർട്ടിയുടെ നിലനിൽക്കുന്ന ആശയങ്ങൾ ബലി കഴിക്കപ്പെട്ടുകൊണ്ട് CPM-ഓട് ഒത്തുചേർന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ കൗൺസിലറായി മാറിയത്. പക്ഷേ ഞാൻ കൗൺസിലറില്ലെങ്കിലും അവിടുത്തെ ജനങ്ങളിൽ എന്നിൽ അർപ്പിച്ച വിശ്വാസവും അതോടൊപ്പം കണ്ണൂരിലെ ജനത അഴിമതിക്കെതിരെ ഞങ്ങൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടവും അതോടൊപ്പം നമ്മുടെ വികസന പദ്ധതികളിൽ ക്രിയാത്മകമായ സഹകരണവും നമ്മുടെ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എപ്പോഴും ഞങ്ങൾ എല്ലാവരും പൊതുരംഗത്തുണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഒരിക്കലും അത് നിങ്ങൾ വോട്ടുകൾ പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ 2020-ൽ 1422 വോട്ടുകൾ മാത്രമാണ് CPM നമ്മുടെ UDF-നുണ്ടായിരുന്നത്. 912 വോട്ട് ഞങ്ങൾ നേടിയിട്ടുണ്ട്. അത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരയാണ്. ഒരു സംശയം വേണ്ട. ആ വോട്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. നിങ്ങൾ ഒന്നാം പാർട്ടി എടുത്താൽ ആ പാർട്ടിനകത്തുള്ള CPM വോട്ട്, നിങ്ങൾ പറയുന്നത് 2-ലും 3-ലും ആണെങ്കിൽ അവിടെ CPM-ന് വോട്ട് കുറഞ്ഞ സ്ഥലത്ത് എന്നെ സഹായിക്കാൻ സാധിക്കില്ല. ഒന്നാം ഭാഗത്താണ് വോട്ടുകൾ പരിപൂർണമായി ചോർന്നത്. അത് വോട്ടിൻ്റെ പാറ്റേണും അവിടുത്തെ വോട്ടിംഗ് രീതിയും CPM-ന്റെ ഏറ്റവും കരുത്തുള്ള മേഖലയാണ് തെക്കമ്മണൽ എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർന്നിരിക്കുന്നത്. അവിടെ എനിക്ക് വോട്ട് ലീഡില്ല. അവിടെ എനിക്ക് 200 വോട്ട് പിറകിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കി 2 ഭാഗത്തും അവിടെ CPM എന്ന് പറയുന്ന നാമമാത്രമായുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് ഒന്നാം പാർട്ടിലാണ്. അവിടെ അങ്ങനെയാണെങ്കിൽ എനിക്കല്ലേ വോട്ട് കൂടുതൽ കിട്ടേണ്ടത്. അവിടെയാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇവിടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്തിനാണ് അവർ ഭയക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം CPM-ഉം കോൺഗ്രസിലെ ചിലരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്ക് 2 പേരും സ്വയം പരസ്പരം ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നു. 2 വർഷം മുമ്പ് നടന്ന പടന്നപ്പാലത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ അഴിമതിയാണ്, അത് പ്ലാന്റ് പൂർത്തിയായിട്ടില്ല എന്ന് ഞാൻ അന്നത്തെ ദിവസം ആ ഉദ്ഘാടന ദിവസം എന്നെ സംസാരിക്കാൻ പോലും അനുവദിക്കാതിരുന്നപ്പോൾ മന്ത്രിയാണ്, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയാണ് ആ സംവിധാനം ഉദ്ഘാടനം. ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തു, മന്ത്രിക്ക് കൊടുത്തു, ഡയറക്ടർക്ക് കൊടുത്തു, ഗവൺമെൻറ് സെക്രട്ടറിക്ക് കൊടുത്തു. പക്ഷേ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മന്ത്രിയുടെ പാർട്ടി 2 വർഷം കഴിഞ്ഞാണ് അവർക്ക് ബോധ്യം വരുന്നത് അവിടെ അഴിമതി നടന്നിട്ടുണ്ട്, അവിടെ പ്ലാന്റ് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണൂർ പട്ടണത്തിനകത്ത് സമരം ചെയ്ത് 2 വർഷത്തിന് ശേഷം. അപ്പോൾ ഇത്തരം അഴിമതികളും കോർപ്പറേഷനകത്ത് എന്ത് നടക്കുന്നു അതിനെതിരെ വളരെ വ്യക്തമായ വളരെ കൃത്യതയോടുകൂടിയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ 2 പാർട്ടി എടുത്താലും അതിനെതിരെ പോരാടുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കണ്ണൂർ കോർപ്പറേഷനകത്ത് ഉണ്ടാകാതിരിക്കണം എന്നത് CPM-ന്റെയും കോൺഗ്രസിലെ ചിലരുടെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നത്. അവിടെയാണ് CPM-ഉം കോൺഗ്രസും പരിശോധിക്കേണ്ടത്.
അവിടെ പണ്ട് പറഞ്ഞല്ലേ, സഹോദരൻ മരിച്ചാലും നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്നുള്ള ചൊല്ലാണ് അവിടെ എടുത്തത്. ഇവിടെ അഥവാ ഭരണം കിട്ടിയില്ലെങ്കിലും പി കെ രാഗേഷിനെ തുരത്തി കണ്ണൂർ കോർപ്പറേഷന്റെ കൗൺസിലിൽ നിന്ന് പി കെ രാഗേഷ് ഉണ്ടാവാൻ പാടില്ല എന്നത് കോൺഗ്രസിന്റെയും CPM-ന്റെയും അജണ്ടയാണ്. അത് നിങ്ങൾ അവിടെ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ആ 56-ാം വാർഡിൽ അന്ന് തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങൾ അവിടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി തന്നെ CPM അവിടെ നിഷ്ക്രിയമാണ്. അവർ മുഴുവനായി UDF-ന് വേണ്ടി ആ കളം ഒഴിഞ്ഞു കൊടുത്ത് ഒരു രംഗമാണ് അവിടെ. പ്രത്യേകിച്ച് CPM പോലുള്ള ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആ പ്രദേശത്ത് CPM-ന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പുറകോട്ട് പോയി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അന്ന് ആ സ്ഥലത്ത് വന്നിരുന്ന കാണാമായിരുന്നു. ഞാനുമായി ഒരു ചർച്ചയും എവിടെയും നടന്നു. ഞാനത് ചന്ദ്രൻ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ പറഞ്ഞതാ. അത് CPM-ലെ ചില ആളുകൾ എന്നെ സമീപിച്ചിരുന്നു അവരോടൊപ്പം കൂടാൻ. ഞാൻ കൂടില്ല, ഞാൻ ഒറ്റക്ക് നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ വിരോധം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇവനെ ഒറ്റക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ. അതിൻ്റെ വിരോധം കൂടിയാണ് എന്നെ ഈ രൂപത്തിൽ തറപറ്റിച്ചത്. CPM-നോടും കോൺഗ്രസിനോടും വെല്ലുവിളിച്ച് പോകുന്ന ഇവരെയൊക്കെ കണ്ണൂരിൽ വേണ്ട. നമുക്കറിയാലോ കണ്ണൂരിൽ CPM-നോടും അല്ലെങ്കിൽ CPM-നോട് വെല്ലുവിളിക്കുന്നവരെയുള്ള അവസ്ഥ എന്താണെന്ന്. ജീവൻ പോലും അപായപ്പെടാതെ ഇപ്പോഴും ബാക്കിയത് എന്നെ പലതവണ ജീവൻ അപായപ്പെടുത്താൻ നോക്കിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഒരു തരത്തിലും ഞാനുമായി ഒരാളും ചർച്ച നടത്തിയിട്ടില്ല. അല്ല, എന്നോട് അവർ നേരിട്ട്, ചന്ദ്രനല്ല, ചില ആളുകൾ അവരുടെ ദൂതന്മാർ വന്നിരുന്നു. അല്ലല്ല, അവരോടൊപ്പം നിൽക്കാൻ, അവരെ സഹായിക്കാൻ ഞാൻ നിന്നിട്ടില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒറ്റക്കാണ് മത്സരിച്ചത്. ഞങ്ങൾ ഒരു പാർട്ടിയുമായി ധാരണയില്ല. ആയിരിക്കാം, അതിന് ഞാൻ നിന്നില്ല. ആ വിരോധമാണ്. അല്ലല്ല, ഞാൻ അന്നും പറഞ്ഞല്ലോ, ഞാനുമായി ഒരു ചർച്ചയും നടത്തില്ല. ചന്ദ്രനോ അല്ലെങ്കിൽ CPM-ന്റെ ഉത്തരവാദപ്പെട്ട ഒരാളുമായി ചർച്ച നടത്തില്ല. പക്ഷെ അവരുമായി ബന്ധപ്പെട്ടവർ 1-2 പേർ നിങ്ങൾക്ക് 1-2 സീറ്റിൽ ധാരണ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ ഒരു കാരണവശാലും ഒരു ധാരണയില്ല. അത്തരം പ്രചരണം ഇലക്ഷൻ സമയത്ത് CPM അതുപോലെ തന്നെ കോൺഗ്രസ് വീടാന്തരം പ്രചരിപ്പിച്ചത് അങ്ങനെയാണ്. CPM-നോടൊപ്പമാണ് ഇവർ മത്സരിക്കുന്നത് എന്ന രീതിയിലാണ് വീടാന്തരം കയറി അവർ പ്രചരണം നടത്തിയത്. പക്ഷെ ഞങ്ങൾ അതല്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയും അത് ഈ വോട്ട് കഴിഞ്ഞ തവണ 842 വോട്ടായിരുന്നു എനിക്ക് 56-ാം വാർഡിൽ ലഭിച്ചിരുന്നത്. ഇത്തവണ അത് 912 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വോട്ടായാലും മറ്റു കാര്യങ്ങളും വളരെ കൃത്യതയാണ്. നിങ്ങൾ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. നമ്മൾക്ക് അങ്ങനെ ആരുടെ പിന്തുണക്കും നമ്മൾ അപേക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയുന്നു, എല്ലാ വോട്ടർമാരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം. ഒരു പാർട്ടിയുടെയും പിന്തുണ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ട. അല്ല, CPM പിന്തുണക്ക് വേണ്ട, അല്ലാതെ തന്നെ ജയിക്കാമായിരുന്നു. അവരുടെ ചതുഷ്കോണ മത്സരമാണ് നടന്നത്. CPM-ന്റെ 800-850 വോട്ട് അവർ പിടിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ 650 വോട്ടും ഞാനാണ് അവിടെ മുൻപന്തിയിൽ നിൽക്കുക, ഞാൻ തന്നെയാണ് ജയിക്കുക. പക്ഷെ അത് മനസ്സിലാക്കിയ CPM-ഉം കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ അന്തർധാരയാണ് ഇപ്പോൾ കോൺഗ്രസ് താൽക്കാലികമായി വിജയത്തിലെത്തിച്ചു. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായ പാപ്പരത്വമാണ്. അത് ചില നേതാക്കന്മാർ നടത്തിയ ഏറ്റവും വലിയ ഗൂഢാലോചനയാണ്. ഒരിക്കലുമല്ല. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനങ്ങളെ സഹായിക്കാൻ, ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു കൗൺസിലോ ജനപ്രതിനിധിയോ ആവണമെന്ന് ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട, ഞാനിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം, 2005-ലെ നമ്മളെ സംബന്ധിച്ചുള്ള വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ആയുധമുണ്ട്. ആ കൗൺസിലിനകത്ത് പോയിരിക്കണമെന്നില്ല. അവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്തുണ്ടാവുന്ന ഏത് അഴിമതിയും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളും ചോദ്യം ചെയ്യുകയും അതിനനുസരിച്ചുള്ള നിയമപരമായും അതോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പോരാടാനും ഞാനും എൻ്റെ സഹപ്രവർത്തകരും കണ്ണൂരിൽ എന്നും ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. എനിക്ക് മുമ്പേ നിങ്ങൾ പറഞ്ഞത് വളരെ പ്രശസ്തമാണ്. കാരണം രാകേഷ് അപ്രസ്തമാവില്ല. ഇതിനു മുമ്പ് കണ്ണൂരിൽ ഉണ്ടായിരുന്ന പ്രശാന്ത് ബാബുവിനെ പോലെയുള്ള കൗൺസിലർമാർ ഇന്ന് എവിടെയുമില്ല. അവരെല്ലാം എങ്ങനെയാണ് ഈ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോയത് എന്ന് അവരുമായി ബന്ധപ്പെട്ടവർക്കും പറയാം. പക്ഷെ PK രാഗേഷിനെ മാത്രം കഴിഞ്ഞ 10 വർഷമായി ആ രീതിയിൽ നിഷ്കാസനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടുപേരും ഒത്തുചേർന്നത് ഇവിടെ. അതെ, ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള, ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഞാൻ കോൺഗ്രസ്സുകാരനായി ജീവിക്കുന്നു, കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നുണ്ട്. ഇപ്പോൾ രഘുവണ്ണനെ പോലെ BJP-യിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ട് തള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഒക്ടോബർ 31 വരെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി തിരിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരുന്നു. അതേസമയത്ത് 6 മാസം 1 കൊല്ലം എന്നെ പുറത്താക്കിയ അന്ന് മുതൽ ഈ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെതിരെ വലിയൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്ന ഇതിനേക്കാൾ വളരെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് വെറും 24 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അടുത്ത ഇനി വരാൻ പോകുന്ന 5 വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് എന്നോട് ഇതിന് നിങ്ങൾ കൃത്യമായ മറുപടി പറയും. കഴിഞ്ഞ തവണ ഒരു വാർഡിൽ മാത്രമായിരുന്നു നമ്മൾ നീക്കമുണ്ടാക്കിയത്. ഇന്ന് മറ്റൊരു വാർഡിൽ കൂടി നമ്മൾ ജയപരാജയം നിശ്ചയിക്കാനുള്ള സംവിധാനമായി മാറി. അടുത്ത തവണ വീണ്ടും വർദ്ധിപ്പിക്കാം എന്ന് മാത്രമേ പറയാനൂ. അങ്ങനെയാണെങ്കിൽ വളരെ മുമ്പ് തന്നെ പോകാലോ. ഇതിനൊന്നും വേറെ ആരോടും ചിന്തിക്കൊന്നും വേണ്ടല്ലോ. സമീപിക്കുന്ന പലരും സ്വകാര്യമായും ഫോണിലും പല രീതിയിലും ബന്ധപ്പെടുന്നുണ്ടാവാം. പക്ഷെ ആരുമായും ഇതുവരെ ഒരു ചർച്ചക്കും ഞാൻ മുന്നോട്ട് പോയിട്ടില്ല. അത് ആ സമയത്തല്ലേ, ആ സന്ദർഭത്തിലല്ലേ. അത് നിർണായകമല്ല നമ്മളെ സുഹൃത്തന്നെ ഇപ്പൊ പറയുന്നത്. ആ ഒരു വാർഡിലെ മാത്രം. അപ്പൊ ആ നിർണായകമായി വരുമെങ്കിൽ ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. 1000 അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം 3500ഓളം വോട്ടുകളുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അത് എല്ലാ സ്ഥലത്തും നമ്മുടെ സ്ഥാനാർത്ഥികൾ തന്നെ വേണമെന്നില്ല. ശരിക്കും പറയാച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനേക്കാൾ ഗുണകരമായ കാര്യം സ്ഥാനാർത്ഥിയെ നിർത്താതെ മത്സരിച്ചാൽ നേരെ ഡബിളാണ് എഫക്റ്റ് വരിക. എവിടെയും അത് സ്ഥാനാർത്ഥികളെ നോക്കിയാണ് എല്ലാവരും പിന്തുണച്ചത്. അതാത് സ്ഥലങ്ങളിലുള്ള നമ്മളെ ടീമിന്റെ അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാനേ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരാളെയും പിന്തുണക്കാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളും ഓപ്ഷനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഇല്ല. ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ സഹകരിക്കാൻ ഞാൻ. BJP ആയും ഇടതുപക്ഷമായും എല്ലാം സഹകരിക്കാൻ പ്രശ്നമുള്ളത് കൊണ്ടല്ലേ ആരുമായി സഹകരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ എളുപ്പത്തിൽ എൻ്റെ വാർഡിലും ഒരു 1-ാം വാർഡിലും ഒരു ചെറിയൊരു അലയൻസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ വളരെ സുഖസുന്ദരം ഒരു സ്ഥാനമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഒരു കൗൺസിലർ ആകുക എന്നത് മാത്രമാണ് ജീവിതത്തിൽ ലക്ഷ്യമെങ്കിൽ CPM ആയിട്ട് ചെറിയൊരു അന്തർധാര ഉണ്ടാക്കിയ മതിയായിരുന്നു. 1-ാം വാർഡിലും പിന്നെ 56-ലും 1-ാം വാർഡിലും പല വാർഡുകളിലും ചെറിയ നീക്കുപോക്ക് ഉണ്ടാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാം. നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മളെ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഏത് ആ സ്ഥാനാർത്ഥികൾ അഴിമതിക്കാരല്ലല്ലോ. സ്ഥാനാർത്ഥികൾ, അതായത് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കിയാണ് ഞാൻ ഇവിടെ പറയുന്നു. ഇപ്പൊ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസിന്റെ ഈ പറയുന്ന കമ്മിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയാണ്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും അഴിമതിക്കാരാന്ന് പറയുന്നുണ്ടോ? കോൺഗ്രസിൽ എല്ലാവരും അഴിമതിക്കാരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ചിലരുണ്ട്, അവരാണ് ഇതിന്റെ അഴിമതിക്കാർ. കോൺഗ്രസ്സുകാർ മുഴുവൻ അഴിമതിക്കാരല്ല. ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനലക്ഷങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇപ്പൊ ഈ ഇലക്ഷന് വേണ്ടി ഒരു മാസം സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വന്തം ജോലി ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്ന 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരുണ്ട്. അവരോടൊപ്പമാണ് ഞങ്ങൾ. കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആകെ ഒരു വിജിലൻസ് കേസാണ് വന്നത്. അത് ഡെപ്യൂട്ടി മേയർ ആയിരുന്ന PK രാഗേഷിനെതിരെയാണ്. LDF-ന്റെ ഒപ്പം ചേർന്ന് ഭരിക്കുന്ന സമയത്താണ് ഈ അഴിമതികളൊക്കെ നടത്തി അന്വേഷണം വന്നത്, സ്വത്ത് സമ്പാദനത്തിൽ പരാതി വന്നത്, അന്വേഷണം നടത്തി. ഇതൊക്കെ PK രാഗേഷിനെതിരെയാണ്, മറ്റൊരു നേതാവിനെ. ഞാൻ ഒരൊറ്റ ചോദ്യം തിരിച്ച് നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ആ കേസ് നിലനിൽക്കുമെന്ന്? UDF പറയുന്ന പോട്ടെ, നിങ്ങൾ ദൃശ്യമാധ്യമ പ്രവർത്തകർ എന്നവർ അന്വേഷണം നടത്തുന്ന അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വിജിലൻസ് കേസെടുക്കാൻ വലിയ കാര്യമൊന്നും വേണ്ട, ആ വിജിലൻസ് കേസ് നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പത്രം സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ടോ? കേസെടുക്കാൻ എന്തും എടുക്കാം. ഞാൻ 1994 ജില്ലാ ബാങ്കിൽ ജോലിക്ക് കയറിയ ഒരാളാണ്. അവരെൻ്റെ ആസ്തി പരിശോധിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാം, 2010 മുതൽ 2020 വരെയുള്ള. അപ്പോൾ 95-ലോ 98-ലോ ഞാൻ 2 ലക്ഷം രൂപയുടെ ഒരു ആസ്തി വാങ്ങി, അതിന് ഇന്ന് 10 ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ അത് അവർ കൂട്ടുന്നില്ല. അതിൻ്റെ വരവ് എന്താണ്? 98-ൽ ഞാൻ സമ്പാദിച്ചതാണ്. 2010 മുതൽ 2020 വരെ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ എടുത്തതും നോക്കണം, ഇപ്പോഴെടുത്തതും നോക്കണം. അതുകൂടാതെ അവർ കൊണ്ടുപോയ രേഖയിൽ എന്താ ഉള്ളത്? ഒരു സാധനമില്ല. ആ കേസ് നിലനിൽക്കുന്ന, അതേ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ആ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പത്രപ്രവർത്തനം പറയാം. 64 രേഖകളാണ് എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. എന്താണ്? ഞാൻ പലവട്ടം പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. ആ രേഖകൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ജനശ്രീൻ്റെ പാസ്ബുക്ക് 3 എണ്ണം, എൻ്റെ SB അക്കൗണ്ട് 10-12 എണ്ണം, പിന്നെ ചട്ടി വാങ്ങിച്ച ബില്ല്, കക്കൂസിൻ്റെ ക്ലോസറ്റ് വാങ്ങിച്ച ബില്ലുകൾ, വീട്ടിൽ പെയിൻറ്റ് വാങ്ങിച്ച ബില്ലുകൾ,
ഇതൊക്കെയാണ് രേഖകൾ എന്ന് പറയുന്നത്. ഒറിജിനൽ രേഖ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ 4-5 ടാക്സ് റെസീറ്റ്, 4-5 സ്ഥലത്തിൻ്റെ രേഖകൾ, വേറെ ഒരു രേഖ പോലും പിടിച്ചെടുത്തിട്ടില്ല. 17 മണിക്കൂർ റെയ്ഡ് നടത്തി എന്തുകൊണ്ടുപോയി? പിന്നെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് ചേട്ടൻ ബാവ അനിയൻ ബാവ. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം CPM-നും കോൺഗ്രസിനും വേണ്ടത് എൻ്റെ രക്തമാണ്. അപ്പോൾ ഇവിടെ ഇതിനേക്കാളും അഴിമതി നടത്തുന്നവരുണ്ട്, ഒരു തൊഴിലുമില്ലാതെ ഇതിൻ്റെ കോടികൾ സമ്പാദിച്ചവരുണ്ട് കണ്ണൂർ ടൗണിൽ. ആരെയൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? ഞാൻ 94 മുതൽ ഇപ്പോഴും ഒരു മാസം 12,000 രൂപ ആദായ നികുതി അടക്കുന്ന ഒരാളാണ് ഞാൻ. 12,000 രൂപ ആദായ നികുതി അടക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സമ്പാദ്യവും ഇതില്ലാത്തവരുടെ സമ്പാദ്യവും ഒന്ന് തട്ടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ അവർ തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒന്ന് ഇവനെ കൂച്ചുവിലങ്ങിട്ട് ഞങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിച്ചവരുടെ ബുദ്ധിയിൽ നിന്ന് വന്നതാണ് വിജിലൻസ് കേസുകളും മറ്റതൊക്കെ. അത് കേസ് അതിൻ്റെ വഴിക്ക് വരട്ടെ, അത് അന്തിമമാകുമ്പോൾ പറയാം. ഒരു വിജിലൻസ് കേസെടുക്കാൻ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകന്മാരും അത് ചൂണ്ടിക്കാണിച്ച് ഇതാണ് വലിയ കാര്യം എന്ന് പറയുന്നതിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലേറെ ദുഃഖം. UDF-കാർ പറഞ്ഞോട്ടെ, രാഷ്ട്രീയക്കാർ പറഞ്ഞോട്ടെ, നിങ്ങളിത് അന്വേഷിക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞു 25% കൂടുതൽ പിന്നെ വരുമാനം ഉള്ളതുകൊണ്ടാണ് കേസെടുത്തത്, തമ്മിൽ അന്തരം ഉള്ളതുകൊണ്ട്. എവിടെയാണ്, ഞാൻ ചോദിക്കട്ടെ, വിജിലൻസിൻ്റെ ഈ ആക്ടിനകത്ത് എവിടെയാണ് 25% കൂടുതൽ വരുമാനം കണ്ടെത്തിയാൽ കേസെടുക്കണമെന്ന് ഏത് ആക്ടിനകത്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കും ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വിജിലൻസ് പറഞ്ഞാൽ പോരല്ലോ, ഏത് ആക്ടിലാണ്, വിജിലൻസിൻ്റെ ഏത് ആക്ടിലാണ് 25% കൂടുതലായി നമ്മൾ അന്തരവ് കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ കേസെടുത്തത് എന്നാണ് പറഞ്ഞത്? അങ്ങനെ ഒരു കേസെടുക്കാൻ എവിടെയാ പ്രൊവിഷൻ? ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് നിയമപരമായി ഒരു കേസ് വിജിലൻസ് കേസെടുത്താൽ അത് നിയമപരമായി തീർക്കണമെങ്കിൽ 1, 2, 3 കൊല്ലം വേണം. അവർക്കും അറിയാതെ കേസ് എന്താവാനാ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കേസ് നമ്മളെ അത് പൊതുജന മധ്യത്തിൽ കള്ളനാണ്, കൊള്ളക്കാരനാണ്, അഴിമതിക്കാരനാണ് എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, 2,72,00,000 രൂപ ഒന്നുമില്ലാതെ തട്ടിപ്പ് നടത്തി എന്ന് പച്ചയായി ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അടക്കാൻ വന്നിട്ട് ഏത് വിജിലൻസ്? ഈ പറയുന്ന വിജിലൻസ് സത്യസന്ധവും നീതിയുക്തമായാണ് നടത്തുന്നതെങ്കിൽ കേസെടുക്കണ്ടേ? പയ്യാമല ശ്മശാനത്ത് 5,40,000 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് ഡയറി അടക്കം ഞാൻ വിജിലൻസിന് കൊടുത്തിട്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അപ്പൊ വിജിലൻസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് വേണ്ടിയുള്ള ചട്ടുകമാണ്. അല്ല, അതിപ്പോ പാർലമെന്റും കഴിഞ്ഞു, പഞ്ചായത്ത്, നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അത് അവരവരെ ജോലി ചെയ്യട്ടെ, ഞങ്ങളെ ജോലി ചെയ്യാം. അതല്ല അതാത് സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരനായി ജീവിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. ഇവരെ ആരുടെയും തിട്ടൂരം വേണ്ട. കോൺഗ്രസ്സുകാരനായി മുന്നോട്ട് പോകാൻ ആരും തിട്ടൂരം വേണ്ടല്ലോ. പാർട്ടിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ. ഒരു നേതാവിന് തിട്ടൂരം PK രാഗേഷനും അവരെ കൂടെ നിൽക്കുന്ന ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി എന്ന് പറയുന്ന പഴയകാല UDF-ന്റെ കണ്ണൂരിലെ എന്നും മുന്നണി പോരാളികളായ പ്രവർത്തകന്മാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരോടൊപ്പം ഞങ്ങൾ ഇനിയും സഞ്ചരിക്കും. അത്രേ നമുക്ക് പറയാം. കണ്ണൂരിലെ പൊതുവിഷയങ്ങളിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ടാവും. അതിൽ ഞങ്ങളെ തടയിടാൻ സാധിക്കില്ല. അതോടൊപ്പം എനിക്ക് ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ നിങ്ങളുള്ളൂ. അതിൻ്റെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ചിലരെങ്കിലും അത് മൂടിവെക്കപ്പെടുന്നു. അത് മൂടിവെക്കപ്പെടാതെ ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങളും നമ്മളോടൊപ്പം സഹകരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുണ്ട്.